ഹലോ, ഇതാണ് നമ്മുടെ പോത്തിൻ്റെ ലങ്സ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പോത്തിൻ്റെ ലങ്സ് ഒന്ന് ഫ്രൈ വെച്ച് നോക്കിയാലോ. ആദ്യം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ബീഫൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടൊന്ന് വേഗം വെക്കണേ. ഒരു 2 വിസിൽ 3 വിസിൽ അത്രയും മതി കേട്ടോ, വേവും. അത് കഴിഞ്ഞ് പ്രഷർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നോക്കിക്കാണ് നമ്മുടെ ബീഫ് പോലെ തന്നെയല്ലേ ഇരിക്കണേ. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാട്ടോ എടുത്തേക്കാം. നമുക്ക് ഫ്രൈ ഒക്കെ വെക്കാൻ എപ്പോഴും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാട്ടോ. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ചീനിച്ചട്ടിയാണേ. അപ്പം ഇതാ എണ്ണ ഒഴിച്ചു. അതിനുശേഷം കുറച്ച് നമ്മൾ തേങ്ങാക്കൊത്തുണ്ടല്ലോ, ആ തേങ്ങാക്കൊത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഒരുപാട് ഫ്രൈ ആവണമെന്നില്ല, ഒരു മീഡിയം ഫ്രൈ ചെയ്തെടുക്കണേ. അതിനുശേഷം എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അതിൻ്റെ പച്ച കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണേ. അതിനുശേഷം കുറച്ച് ചുമന്നുള്ളി, കുറച്ചേ ഉള്ളൂ കേട്ടോ, സവോളയാണെങ്കിലും മതി. ഞാൻ ചെറിയ ഇത്തിരിയും കൂടെ ഒരത്തിന് വേണ്ടിയിട്ട് ചുവന്നുള്ളി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടെ ഫ്രൈ ആവണതിന് മുമ്പ് ഇട്ടാലും കുഴപ്പമില്ല, ഞാനങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണേ. അതിനുശേഷം എന്താ നല്ല ഒരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണേ ഞാൻ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുള്ളൂ, ബാക്കി 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. കുരുമുളക് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇനി ഇതിന് ഫ്രൈ ആവുന്നതിനിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് എരിവിനുള്ള മുളക് പൊടി ചെറുതായിട്ട് ചില്ലി പവർ ഇട്ടാൽ മതി. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് ഗരം മസാലയും തൂവി കൊടുക്കണേ. ഗരം മസാലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് കുരുമുളക് നമുക്ക് ഫ്രൈ ആവുന്നതിനിടയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇവിടെ ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിലെ വീട്ടിൽ വാങ്ങുമായിരുന്നു കേട്ടോ. ഇത് വാങ്ങിയ അമ്മ ഇങ്ങനെ ഫ്രൈ ആയിട്ട് തരുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം, അയ്യേ അത് കഴിക്കുമോ, ഇതാ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്നത് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ, ഈ ചീനിച്ചട്ടി ചെറുതായതുകൊണ്ട് കുറച്ചേ എടുത്തപ്പോൾ തൽക്കാലം ഇപ്പോഴത്തെ ആവശ്യത്തിന് ഫ്രൈ ആക്കുന്നുള്ളേ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്, അയ്യോ ഇത് ഫ്രൈ ചെയ്ത് കൂട്ടാൻ കൊള്ളുമോ, എന്തായാലും എനിക്ക് വേണമെന്നുള്ള വാശിക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണേ. അപ്പോൾ ബാക്കി കാര്യം പറയാമല്ലോ. അപ്പം ആദ്യം എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ഇതുപോലെ ഒരു വട്ടം വാങ്ങി, കുറച്ചേ വാങ്ങിയല്ലോ കേട്ടോ, 1 കിലോ വാങ്ങിയുള്ളൂ. ആ 1 കിലോ വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ വെച്ച് ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പം ഇപ്പം ഇങ്ങോട്ട് ചോദിക്കും, നമുക്ക് വാങ്ങിയാലോ, ലങ്സ് വാങ്ങിയാലോ ഫ്രൈ അടിക്കാൻ. ഞങ്ങൾ ലങ്സ് എന്ന് മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ അവിടെ പതപ്പയെന്ന് പറയും, അങ്ങനെയാണ് പറയുന്നത്, പതപ്പ അങ്ങനെയാണ് കേട്ടോ പറയണേ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ അടച്ചു വയ്ക്കേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി വേവിച്ചതാണല്ലോ. അപ്പം ഇങ്ങനെ ഫ്ലെയിം കുറച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു സൗണ്ട് വരും, നമ്മൾ അരിയൊക്കെ വറക്കുമ്പോൾ ഇങ്ങനെ പൊട്ടണ സൗണ്ട് കേൾക്കില്ലേ, അതുപോലെ ഇതിങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ, ടിക് 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 ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. എന്നിട്ട് കുറച്ച് സവോള, അതാണ് ഞാൻ ആദ്യം സവോള ചേർക്കാൻ, കാരണം ആദ്യം നമ്മൾ സവോള എടുത്താൽ നല്ലതായിട്ട് ഫ്രൈ ആയി വല്ലാണ്ടായിപ്പോൾ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക്, ഈ ഒരു കളറൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് സവോള, ഒരു 2 സവോള ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 സവോള എടുത്ത് തൂവി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഓവറായിട്ട് സവോള ഇങ്ങനെ മുരിഞ്ഞ് ഇതായി പോവില്ല, നമുക്ക് കടിക്കാൻ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഞാൻ കുരുമുളക് പൊടി ലേശം കൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ, വീഡിയോ എപ്പോഴോ ഓഫായി പോയി, അതാണ് കേട്ടോ. ഇത്രയും കൂടെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതാ. ഇതുപോലെ ഇങ്ങനെ കളർ മാറി വരും, നമ്മൾ ആദ്യം ഇട്ട കളറാണോ ഇപ്പം അല്ലല്ലോ, അങ്ങനെ കളർ മാറി നന്നായിട്ട് കറുത്ത് വരും കേട്ടോ. ഇതിപ്പോൾ ഒരു വട്ടം നമ്മൾ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഇരിക്കുന്നത് നമ്മൾ വീണ്ടും ചൂടാക്കുന്നതോറും ടേസ്റ്റ് കൂടിയേ വരുള്ളൂ കേട്ടോ. നമുക്ക് ഒരുമിച്ചിട്ട് ഉണ്ടാക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, കുറച്ച് വേവിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നീട് അത് കുറേശ്ശെ ഇതുപോലെ ചേരുവ ചേർത്തെടുത്ത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇതാ നല്ല കളറായി വന്നിട്ടുണ്ട് കണ്ട, നല്ല ബ്ലാക്ക് കളറ്, ബ്രൗൺ കളർ, ബ്ലാക്ക് അല്ലല്ലോ, നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു വട്ടമെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മുടെ ബീഫിനെ പോലെ അത്ര ഹാർഡല്ല, പക്ഷെ കഴിക്കാൻ ബീഫ് പോലെ തന്നെയാണ്. എല്ലാവരും ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും
ഉണ്ടാക്കി കഴിക്കും. അതിനുശേഷം തന്നെ നാരങ്ങ നീര് ആവശ്യമുള്ളവർ, എല്ലാവർക്കും ആ ഒരു പുളിയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി കേട്ടോ. നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടോ ഇപ്പം കളർ നോക്കിയാണ്, നല്ല ഫ്രൈ ആയിട്ടില്ലേ? ഫ്രൈ ആയ കളർ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനും? നിങ്ങൾക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നുണ്ടാവും അല്ലേ? അപ്പം വേഗം പോയി വാങ്ങി കഴിക്കണം കേട്ടോ. നോക്ക്, നമ്മൾ ചോറിൻ്റെ കൂട്ടത്തിലായാലും എന്തിനോട് നമ്മൾ ബീഫ് എങ്ങനെ കഴിക്കണം അതുപോലെ തന്നെ കഴിക്കാം. പിന്നെ ഇത് കറി വെക്കാനും പറ്റും കേട്ടോ. പക്ഷെ എനിക്കെന്തോ കറി വെച്ച് കൂട്ടുമ്പോൾ ആ ഒരു ഫീൽ എനിക്ക് അത്ര അങ്ങോട്ട് തോന്നുന്നില്ല. ഇത് ഫ്രൈ വെച്ച് കഴിക്കാൻ പൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വീഴുന്നു. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വെച്ച് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ. ഒരു വട്ടെങ്കിലും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. കഴിച്ചതിന് ശേഷം മാത്രമേ അഭിപ്രായം പറയുള്ളൂ. ലങ്സോ ഇതൊക്കെ കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ ആരും കുറ്റം പറയില്ലേ. ഒരു വട്ടെങ്കിലും കഴിച്ച് നോക്കിയിട്ട് പറയണേ. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരു വട്ടം കഴിച്ച് നോക്കണം.